ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. നമ്മളിപ്പോൾ ഡൗഡെയിലിൽ വന്നേക്കുവാണ്. ഡൗഡെയിലിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇത് പീക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് അട്രാക്ഷൻസിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഞങ്ങൾ ഇതിനെക്കുറിച്ച് എൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. ഞങ്ങളൊരു 5:30 ആയപ്പം എണീറ്റ് ഇപ്പം സമയം 6:45 ഞങ്ങളിവിടെ എത്തി. ഈ ഒരു സമയത്ത് ഇവിടെ തിരക്കുണ്ടോ ഇല്ലെന്ന് നമുക്ക് പോയി നോക്കാം. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നടക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന റിവറുണ്ട്, അതാണ് റിവർ ഡവ്. ഈ റിവർ ഡവിൻ്റെ മേളിൽ കൂടെ കുറച്ച് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് 18th സെഞ്ച്വറിയിലൊക്കെ ഈ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വെച്ച സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ ഭയങ്കര വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിരിക്കുകയാണ്. ഈ രാവിലെ വെയിലത്ത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാൻ. അങ്ങനെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു 5-10 മിനിറ്റ് നടന്നപ്പോഴേക്കും ഞങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലെത്തി. ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ക്യൂ നിൽക്കാതെ ഞങ്ങൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കടന്നു. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പുഴയിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പുഴയിലൂടെ നടന്ന് വേണമെങ്കിലും അപ്പുറത്ത് പോകാവുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ജമൽ ഡൗഡെയിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്? അടിപൊളിയാണോ? പക്ഷെ സൂര്യൻ അങ്ങോട്ട് കളറൊന്നുമില്ലല്ലേ. അത് ഈ ആക്ച്വലി ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഉള്ളത് 2 മലേൻ്റെ നടുക്കാണ്. നമ്മൾ രാവിലെ വന്നതുകൊണ്ട് സൂര്യനെ ഈ മല ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇരുണ്ടിരിക്കുകയാണ് ഇവിടെ. ഉച്ചയാകുമ്പോഴേക്കും മാറുമായിരിക്കും. അതെ, പക്ഷേ ഇത് കുറച്ച് ഓവർ ഹൈപ്ഡാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനില്ല. സാധാരണ ഒരു പുഴയിൽ കുറച്ച് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നത് 18th സെഞ്ച്വറിയിൽ എന്തുകൊണ്ടോ കൊണ്ടുപോയിട്ട സ്റ്റോൺസ് ഇപ്പോഴും അവർ അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുമാത്രമാണ്, നശിപ്പിച്ച് കളയാതെ വെച്ചിട്ടുണ്ട്. അതുമാത്രമാണ് അതിനകത്തൊരു നോർമൽ അല്ലാത്തൊരു കാര്യമുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് നോർമലായിട്ടാണ് തോന്നിയത്. ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് ഒരു ട്രെയിലും കൂടിയുണ്ട്. ആ ട്രെയിലിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വേറെയും കുറച്ച് സ്പോട്ട്സും കൂടി ഉണ്ട് കേട്ടോ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് റെയ്നാഡ്സ് കേവ് ആണ്. നമ്മളേതായാലും കുറച്ച് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു. ഈ പുഴേൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ട്രെയിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എന്തായാലും കുറച്ച് നടന്നു നോക്കാം. മടുത്തില്ലെങ്കിൽ ആ കേവും കൂടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോഴുണ്ടല്ലോ, ഈ പുഴേൻ്റെ സൈഡിൽ കുറേ മരത്തിൻ്റെ തടികൾ കിടക്കുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ തടികളൊക്കെ കമ്പി കൊണ്ട് കെട്ടി വെച്ചേക്കാണ്, ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി. നല്ല കാര്യമല്ലേ അത്?
നമ്മളിങ്ങനെ കുറച്ച് നടന്ന് കുറേ സ്റ്റെപ്സ് ഒക്കെ കയറി കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും ലവേഴ്സ് സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എത്തി കേട്ടോ. രാവിലെ ഇറങ്ങിയത് നന്നായെന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ, നന്നായും തോന്നുന്നു. കാരണം ഇവിടെ ഭയങ്കര സൈലൻസ്, ആരുമില്ല. അതെ, വലിയ തിരക്കുമില്ല. അതെ, പിന്നെ രാവിലെ നടക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്. ആ ഒരു ചെറിയ തണുപ്പിലും രാവിലത്തെ സൺറൈസിൻ്റെ സമയത്തുള്ള ലൈറ്റ്സ് ഒക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് കാടിനുള്ളിൽ കൂടെ വരുമ്പം നല്ല രസമാണ്. വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ട്, രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ. എന്നാൽ പിന്നെ നമുക്കൊരു കട്ടൻ ചായയും പഴംപൊരിയും കൂടെ തട്ടിയാലോ? ആവാം. എന്നാ പോവാം. ചൂടുണ്ടോ? ചെറുതായിട്ട്. ഇതിനെങ്ങനെ ഇതിൻ്റെ പേര് വന്നതെന്നറിയോ? ലവേഴ്സ് സ്ലീപ്പ് എന്ന്. പണ്ട് ഒരു സ്ത്രീ, ആ സ്ത്രീൻ്റെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് എന്തോ സംഭവിച്ചപ്പം പുള്ളിക്കാരി ഈ മലേൻ്റെ മേലിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. പുള്ളിക്കാരി ചാടി, പക്ഷേ പുള്ളിക്കാരി മരിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിൻ്റെ താഴെയുള്ള വെജിറ്റേഷൻ ഉണ്ടല്ലോ, ആ വെജിറ്റേഷൻ പുള്ളിക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി കുന്നിൻ്റെ താഴെ ഭയങ്കര കുറേ ഈ ഇതല്ലേ മരവും കാട് പോലത്തെ, മരമല്ല, അധികം ഹൈറ്റില്ലാത്ത പുല്ലുമല്ല മരമല്ലാത്ത ആ ഒരു രീതിയിലുള്ള സംഭവമല്ലേ, അത് പുള്ളിക്കാരിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി മരിച്ചില്ല. അതിനുശേഷമാണ് ഇതിന് ലവേഴ്സ് സ്ലീപ്പ് എന്ന് പറഞ്ഞ പേര് വന്നേ. നല്ല അടിപൊളി അന്ധവിശ്വാസ കഥയല്ലേ? നമ്മളൊന്നും അല്ലെന്ന് മനസ്സിലായില്ലേ? ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി ഞങ്ങൾ കേവിൻ്റെ അടുത്തേക്ക് നടക്കുവാണ്. വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് അവിടെ വേസ്റ്റ് ഒന്നും ഇട്ടില്ല കേട്ടോ, എല്ലാം ഫുൾ ക്ലിയർ ആക്കിയിട്ടാണ് പോകുന്നത്. ഇതാണ് ഇവിടെ മണി ട്രീ എന്ന് പറയുന്നത്. മരത്തിൽ പൈസ കായ്ക്കുന്നു പറഞ്ഞില്ലേ? ഇത് വേറൊരു അന്ധവിശ്വാസം ഇവരുടെ. മരത്തിൽ പൈസ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തോ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഇത് UK പല ഭാഗത്തും ഉണ്ട് ഇങ്ങനെ ഇതുപോലെ. എനിക്ക് 20p കിട്ടില്ല. നമ്മള് കൊറേ കാശ് ഉണ്ടാക്കും. എന്നെ 2 ദിവസം ഉറപ്പാകെ കേറുന്നില്ല. പോവാ, മതി, ഇത്രയും കാശ് മതി. അടുത്ത ട്രിപ്പിനുള്ള കാശായി. കിട്ടി. അടുത്ത് ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പകരം ഭണ്ണാരപ്പട്ടിയ. ഈ പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുവാണെങ്കിലുണ്ടല്ലോ,
അങ്ങനെ ഒരേപോലല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവിടെ അല്ലേ? ശരിയാണ്. രസമുണ്ട്. നല്ല വാക്കാണ്. ഇപ്പം ഇതുണ്ട്, ഈ ഒരു സൈഡിൽ വലിയ റോക്ക് ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. ലൈം സ്റ്റോൺ ആണെന്ന് തോന്നുന്നു വേണ്ടിയിട്ട്. ഭയങ്കര വലുതാണ്. നമ്മൾ ഇപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നില്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഭയങ്കര വലുത്. ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അധികം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആവശ്യം വരില്ല. അത്യാവശ്യം നല്ല സൗണ്ട് എഫക്ട്സ് ഓൾറെഡി വീഡിയോയിലുണ്ടാവും. ഈ പുഴേൻ്റെ ശബ്ദവും പിന്നെ കിളിയിലൊക്കെ എപ്പോഴും ശബ്ദം കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലേ. ശരിക്കും ഇവിടെ കിളിയുടെ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. കാരണം ആരും ഇവിടെ ഇല്ല, ഭയങ്കര സൈലൻസ് അല്ലേ, നമ്മൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് റെയ്നാഡ്സ് കേവ് വരെ എത്തി. 1000 വർഷത്തോളം പഴക്കമുള്ളൊരു കേവാണിത്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ കേവിനെ ചുറ്റിപ്പറ്റി നിധിയും ഡ്രാഗൺസിനൊക്കെ ബന്ധപ്പെടുത്തി പല കഥകളും ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കാണാൻ വേണ്ടി വന്ന് നമുക്ക് കേവും കാണാൻ പറ്റി. ഈ കേവ് കാണുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ടുള്ള ഈ പാത്താണ് കേട്ടോ. അടിപൊളിയൊരു പാത്താണ്. അതിൻ്റെ ഒരു സൈഡിൽ റിവർ ഡവും മറ്റേ സൈഡിൽ ഇങ്ങനെ അതിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആദ്യമേ കുറച്ച് നേരം ഒരു ചെറിയ മല പോലെയൊക്കെ ആയിരുന്നു, പിന്നെ കുറച്ച് പച്ചപ്പായി മാറി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു വലിയ റോക്ക് ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ആയി. ഒരു അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു ട്രെയിൽ നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടം വരെ, അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എങ്കിലും വരണം. ഇതിന് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റും. മൊത്തം സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഏകദേശം 3 മൈലാണ് വരുന്നത്. അത്രയും നടക്കാൻ പറ്റുമെങ്കിൽ 3 മൈൽ നടന്നിട്ട് തിരിച്ച് 3 മൈൽ ഇങ്ങോട്ടും വരണം. അപ്പം അത്രയും നടക്കാനുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ള് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ വരെ വന്നാലും നല്ലതാണ്. പ്രത്യേകിച്ച് രാവിലെ ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ. വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഭാഗത്ത് റേഞ്ചേ ഇല്ല കേട്ടോ. മൊബൈലിലൊന്നും ഒട്ടും റേഞ്ചില്ല.
അതുകൊണ്ട് പാത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നേരത്തെ. അങ്ങനെ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള പാത്തൊന്നുമല്ല. നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറിൻ്റെ സൈഡിൽ കൂടെ സ്ട്രെയിറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേവിൻ്റെ അവിടെ എത്തും. ഇടയ്ക്ക് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അങ്ങോട്ട് കയറാതിരുന്നാൽ മതി. നേരെ സ്ട്രെയിറ്റ് മാത്രം വരുവാണെങ്കിൽ വഴി തെറ്റാതെ ഇവിടെ എത്തും. മിൽഡെയിൽ പാത്ത് നോക്കി പോയാൽ മതി. ആ, അതിൻ്റെ ഇടയ്ക്കാണ് കേവ് വരുന്നത്. അതെ. തിരിച്ച് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാതെ പെട്ടെന്ന് ഇങ്ങ് വരുവാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും കുറച്ച് വീഡിയോ കൂടി എടുക്കാൻ തോന്നി കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒട്ടും ആൾക്കാരില്ലായിരുന്നു. ഇപ്പം നോക്കി ഇവിടെ എന്തേലും ആൾക്കാരാണെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. പക്ഷേ ഇപ്പം സമയം ഏകദേശം 10:05 ഇപ്പോൾ സമയം. നേരത്തേനും അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ വന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ റിവർ ക്രോസ് ചെയ്യാൻ ഇവിടെ വലിയ ക്യൂ ആണ്. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ സൈഡിൽ കൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ പോയി നോക്കാം. സോ ഗൈസ്, നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുത്തു. ഞങ്ങൾ വളരെ പതുക്കെയാണ് പോയത്. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇടയ്ക്ക് ചായ കുടിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ അധികം ഇവിടെ നിന്നൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ പോന്നു. സോ ഗൈസ്, അപ്പം ഇതായിരുന്നു നമ്മുടെ ഡൗൺഡെയിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൻ്റെ ഒരു ചെറിയ വീഡിയോ. ഇവിടെ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തതുപോലെ ആരുമില്ലാതെ വലിയ തിരക്കൊന്നുമില്ലാതെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസിനോട് ക്യൂ നിൽക്കാതെ നമുക്ക് കടന്ന് ഒരു നല്ലൊരു ട്രെയിൽ നടന്നിട്ട് വരാൻ പറ്റും. ലേറ്റായി വന്നാലും അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല. കുറച്ച് തിരക്കുണ്ടാവും അവിടെ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ പിക്നിക്കിന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തിരക്കുണ്ടാവും. അപ്പോൾ ഫോട്ടോസ് എവിടെ ഫോട്ടോ എടുത്താലും അവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും. അത് മാത്രമേ കുഴപ്പമുള്ളൂ. പിന്നെ രാവിലെ നേരത്തെ വരുമ്പോൾ ഇവിടെ പാർക്കിങ്ങിന് പേയ്മെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് കോയിൻസ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ അവിടെ ഒരു കാർഡ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന വേറൊരു കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഉള്ളൊരു ഡിഫറൻസ്. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ വരിക. നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.